ലോകത്തെ ഏറ്റവും മൂല്യമുള്ള താരങ്ങൾ ആരൊക്കെയാണ്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇതിൽ നമ്മുടെ നിലവിലത്തെ യൂറോപ്യൻ പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ മില്യൺ കണക്കിലല്ല പറയുന്നത്, ഇന്ത്യൻ രൂപ, അതായത് കോടിയുടെ കണക്കിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 10ൽ നിന്ന് തുടങ്ങാം. 10ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഫെഡെ വാൽവർദെയാണ്. അതുപോലെ തന്നെ 9ാം സ്ഥാനത്തുള്ളത് ബുക്കായോ സാക്ക. 8ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ബയർ മ്യൂണിക്കിന്റെ മൂസിയാല. ഈ ഒരു 3 താരങ്ങൾക്കും നിലവിലെ അവരുടെ റേറ്റ് എന്ന് പറയുന്നത് 960 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിലെ 7ാം സ്ഥാനത്തുള്ള ഒളീസയും അതുപോലെ തന്നെ 6ാം സ്ഥാനത്തുള്ള ജൂഡ് ബെല്ലിംഗാമിന്റെയും നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1120 കോടി രൂപയാണ്. ഇനി ഇതിൽ 5ാം സ്ഥാനത്തുള്ള വിനീഷ്യസ് ജൂനിയറിലും അതുപോലെ തന്നെ 4ാം സ്ഥാനത്തുള്ള പെഡ്രിക്കും നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1200 കോടി രൂപയാണ് ഇന്ത്യൻ പൈസ. പിന്നെ ഇതിൽ ടോപ്പ് 3 വരുന്ന 3 താരങ്ങൾക്കും കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് അതുപോലെ തന്നെ ലാമിൻ യമാൽ 3 പേരുടെയും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1600 കോടി രൂപയാണ്. അപ്പോൾ കോടികൾക്കൊന്നും ഒരു വിലയില്ലേ ചോദിച്ചു പോകും ഈ ഒരു കണക്ക് കാണുമ്പോൾ. പക്ഷെ ഇവരുടെ റേറ്റ് അത് ഇത്രത്തോളാണ് നിലവിലത്തെ ഇവരുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മാർക്കറ്റ് വാല്യൂ ശരിക്കും ഇങ്ങനെ കുത്തി ഉയരാൻ കാരണമായത് നമ്മുടെ നെയ്മറാണ്. കാരണം നെയ്മറിന്റെ ട്രാൻസ്ഫറിലാണ് അന്ന് വേൾഡ് ബെസ്റ്റ് അല്ല, ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ ആണല്ലോ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫറോടുകൂടി ആ ഒരു ട്രാൻസ്ഫറിന്റെ സിസ്റ്റത്തിൽ തന്നെ മൊത്തത്തിലാകെ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ യങ് പ്ലേയേഴ്സിന് നല്ല രീതിയിൽ പണം മാർക്കറ്റ് വാല്യൂ അവിടെ ഉയരാൻ തുടങ്ങി, നല്ല സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നിലവിലെ ഇവന്മാരെ ഈ കോടിക്കണക്കൊക്കെ കേൾക്കുമ്പോ 1600 കോടി 1200 കോടി എന്നൊക്കെ കേൾക്കുമ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.